എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിതിൻ. കഴിഞ്ഞ OET സ്പീക്കിംഗ് വീഡിയോയിൽ നമ്മൾ എക്സാം റിലേറ്റഡ് ആൻസൈറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സ്കൂൾ ബോയും ഒരു സ്കൂൾ നേഴ്സും നമ്മളുടെ റോൾ പ്ലേ കാർഡാണ് ഡിസ്കസ് ചെയ്തത്. ആ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിരുന്നു, ബാഡ് ന്യൂസ് ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു റോൾ പ്ലേ കാർഡ് ഡിസ്കസ് ചെയ്യാവുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത്തരത്തിലുള്ള റോൾ പ്ലേ കാർഡാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ 15 വയസ്സുള്ളൊരു കുട്ടിക്ക് സ്റ്റേജ് 2 ലങ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ വിവരം കുട്ടിയുടെ ഫാദറിനോട് കൺവേ ചെയ്തതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഡിസ്കസ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഡൗട്ടോ കൺസേൺസോ അഡ്രസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പേ ഞാൻ റോൾ പ്ലേ കാർഡ് സ്ക്രീനിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ കാർഡ് വായിച്ച് മനസ്സിലാക്കുക. ഐ ഹോപ്പ് യു ഹാവ് ഗോൺ ത്രൂ ദ റോൾ പ്ലേ കാർഡ് തോറോലി. ഇവിടെ ആദ്യത്തെ ടാസ്ക് നമ്മൾ കുട്ടിയുടെ പേരൻറ്റിൻ്റെ അടുത്ത് ഈ ഒരു ന്യൂസ് കൺവേ ചെയ്തതിന് ശേഷം റീഇൻഷുറൻസ് നൽകിക്കൊണ്ട് ട്രീറ്റ്മെൻറ്റ് പ്ലാനിനെ പറ്റി ഒന്ന് ബ്രീഫ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഫസ്റ്റ് ടാസ്കിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനിലൂടെ ആയിരിക്കണം. ഇവിടെ കുട്ടി നമുക്ക് നോണാണ്, കുട്ടിയുടെ പേര് നമുക്കറിയാം, എന്നാൽ കുട്ടിയുടെ പിതാവിൻ്റെ പേര് നമുക്കറിയത്തില്ല. നമ്മൾ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ആളോടാണോ സംസാരിക്കുന്നതെന്ന് ചോദിക്കണം. അലക്സിൻ്റെ ഫാദറിനോടാണോ സംസാരിക്കുന്നത്. അതിനുശേഷം നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വന്നതിൻ്റെ കാര്യം പറയുക, അദ്ദേഹത്തിൻ്റെ പേര് ചോദിക്കുക, പിന്നീട് ആദ്യത്തെ ടാസ്കിലോട്ട് കിടക്കുക. എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ്, ആർ യു അലക്സസ് ഫാദർ? My name is Nitin. I'm a registered nurse in this department. I'm here to talk to you regarding Alex's test results. Before that, could you please state your name for better communication? Mr. Parker, the news that I'm going to convey you might be overwhelming and hard to process right now. Alex's test result indicate that he has stage 2 lung cancer. I can hardly imagine how difficult this must be for you to hear. We are doing everything possible to support Alex through this. Our plan is to conduct a surgery to remove the tumor followed by chemotherapy. I know that this journey is going to be really challenging, but let me assure you that we are with you through this. We will provide every treatment possible to Alex to overcome this condition. Please take some time to absorb this information and ask me any questions if you have. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ടാസ്കിലോട്ട് പോകാം. ഇത്രയും പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വളരെയധികം എമ്പത്തറ്റിക്കലായിരിക്കണം. ഈ ടൈപ്പ് ഓഫ് റോൾ പ്ലേ കാർഡ് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം നമ്മൾ ത്രൂ ഔട്ട് റോൾ പ്ലേ കാർഡ് എമ്പത്തറ്റിക്കലായിരിക്കണം, അപ്പോൾ തന്നെ ഹോപ്പ്ഫുള്ളും ആയിരിക്കണം. അതിന് അനുസരിച്ചുള്ള വൊക്കാബുലറിയും ഫ്രേസസും യൂസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഫ്രേസസ് പലതും നിങ്ങൾക്ക് എഴുതിയെടുത്ത് പഠിച്ചു വെക്കാവുന്നതാണ്. അത് എഴുതിയെടുത്താൽ മാത്രം പോരാ, അത് നല്ല രീതിയിൽ എമ്പത്തറ്റിക്കലി പറയുവാനും പറഞ്ഞ് പഠിക്കുന്നതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അപ്രോപ്രിയേറ്റ് വൊക്കാബുലറിയും ഫ്രേസസും യൂസ് ചെയ്തിട്ട് വേണം നമ്മളൊരു ബാഡ് ന്യൂസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ടാസ്കിലോട്ട് വരാം. സെക്കൻഡ് ടാസ്ക് എന്ന് പറയുന്നത് കുട്ടിയുടെ ഫാദറിന് ഒരു കുറച്ചും കൂടെ റിയേഷൻസ് കൊടുക്കുകയാണ്. അതായത് ക്യാൻസറസ് ആണെങ്കിലും നമ്മുടെ കയ്യിൽ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ട് ഇത് പരിഹരിക്കുവാൻ വേണ്ടിയാണ്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഐ അണ്ടർസ്റ്റാൻഡ് മിസ്റ്റർ പാർക്കർ, ബീങ് എ ഫാദർ ദിസ് മസ്റ്റ് ബി റിയലി ഡിഫിക്കൽട്ട് ഫോർ യു. ഹൗവർ, we have a thorough treatment plan in place to address this issue. Our medical team has extensive experience in treating cancer, and we have developed a comprehensive plan specifically tailored to Alex's need. Our plan is to conduct a surgery to remove the tumor, and after that he needs to undergo chemotherapy and possibly radiation therapy. We'll be with him throughout this process and provide him necessary emotional as well as practical support. We'll closely monitor him throughout the treatment and make adjustments as needed to ensure best possible outcome. ഇങ്ങനെ പറഞ്ഞ് നമുക്ക് റിയേഷൻസ് കൊടുക്കാവുന്നതാണ്. ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എങ്ങനെയാണ് മുമ്പോട്ട് ഉള്ളതെന്നുള്ളത്. ഇനി പേഷ്യൻ്റ് അടുത്ത ടാസ്ക് അനുസരിച്ച് ഇൻ്റർലോക്യൂട്ടർ ചോദിക്കാൻ പോകുന്നത് ഈ ഒരു ക്യാൻസർ സ്റ്റേജിനെ കുറിച്ചാണ്. അതായത് സെക്കൻഡ് സ്റ്റേജ് ആണല്ലോ, അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽ, അതുകൂടെ തന്നെ പ്രോഗ്നോസിസ് കാര്യം ആൻഡ് ഓൾസോ സൈഡ് എഫക്ട്സ്. അപ്പോൾ ഇതെല്ലാം മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അതുകൊണ്ട് തന്നെ സാധാരണ ഒരാൾക്ക് മനസ്സിലാകത്തക്ക വിധം നമ്മളിത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വലിയ മെഡിക്കൽ വൊക്കാബുലറി യൂസ് ചെയ്യാതെ സാധാരണ ഒരാൾക്ക് മനസ്സിലാകത്തക്ക വിധം ക്യാൻസർ സ്റ്റേജിങ്ങും പ്രോഗ്നോസിസും അക്കൂടെ തന്നെ സൈഡ് എഫക്റ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കും. Mr. Parker, firstly I'll explain you regarding the staging of lung cancer.
In second stage, the cancer has grown bigger and probably spread to nearby tissues and lymph nodes. However, it is generally contained within the lungs and hasn't spread to distant organs. That means there is a chance of effective treatment and recovery, even though the cancer has progressed from its early stages. Are you with me? Is there anything that you want to ask me? Now, coming to the prognosis, it depends on various factors such as the specific type of cancer Alex has, how he responds to the treatment, and his overall health. But we are expecting for a positive outcome with this treatment. And regarding side effects, you need to understand that chemotherapy and radiation therapy comes with its own side effects such as dizziness, extreme tiredness, nausea, and so on. But we will closely monitor him throughout the treatment and try to minimize the side effects as much as possible. And we will be there for him to support him emotionally as well as with any other matter that may arise. So don't worry about the treatment, Mr. Parker. We are here for your child. ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ആ ഒരു ടാസ്ക് അറ്റംപ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഡിസ്ചാർജിന് ശേഷമുള്ള സപ്പോർട്ടീവ് കെയർ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, ഡിസ്ചാർജിന് ശേഷവും നമ്മൾ ട്രീറ്റ്മെൻറ്റും കെയറും മുമ്പോട്ട് കൊടുക്കുന്നതായിരിക്കും നമ്മുടെ എക്സ്പേർട്ട് ടീമിൽ നിന്ന്. അതുകൂടെ തന്നെ സോഷ്യൽ വർക്കിൻ്റെ കാര്യം പറയാം. സോഷ്യൽ വർക്ക് എന്തെങ്കിലും ഇമോഷണൽ നീഡ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നീഡ്സ്, പ്രാക്ടിക്കൽ നീഡ്സ് അറൈസ് ചെയ്യുകയാണെങ്കിൽ സോഷ്യൽ വർക്കർ തീർച്ചയായിട്ടും സഹായിക്കും. അതുകൂടെ തന്നെ ഫൈനലി നമുക്ക് ക്യാൻസർ സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, അതായത് ക്യാൻസർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫാമിലീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ ഭാഗമാകുന്നത് വളരെയധികം പ്രയോജനപ്പെടും എന്നുള്ള രീതിയിലും നമുക്ക് ഈ ടാസ്ക് പറഞ്ഞ് അവതരിപ്പിക്കാവുന്നതാണ്. സോ ഇതെങ്ങനെ പറയാൻ പറ്റുമെന്ന് നോക്കാം. Mr. Parker, please know that our support doesn't end when Alex leaves the hospital. He will continue to receive comprehensive follow-up care from our team of doctors, nurses and other specialists. We will provide him with every support and assistance he needs for a complete recovery. Moreover, we can organize a social worker to provide any practical or emotional support he may need. Also, you can join a social group where you can meet with families who are going through similar experiences. It will be really helpful. ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ഫോളോ അപ്പ് കെയർ മുമ്പോട്ട് അലക്സിന് ലഭിക്കാൻ പോകുന്ന ഫോളോ അപ്പ് കെയറിനെ കുറിച്ച് പറയാവുന്നതാണ്. ഇതിനുശേഷം നമുക്ക് ചോദിക്കാം, ഈസ് ദർ എനിത്തിങ് ദാറ്റ് യു വാണ്ട് ടു ആസ്ക് മീ, ഡു യു ഹാവ് എനി അതർ കൺസേൺസ് എന്ന് നമുക്ക് ചോദിച്ച് വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം പേഷ്യൻറ്റ് നമ്മളോട് പറയാനുണ്ടോ എന്നും പറയാവുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് ടാസ്ക് ഒരുപക്ഷെ കുട്ടിയുടെ അച്ഛൻ പറയാൻ പോകുന്നത് ഇത് എൻ്റെ തെറ്റാണോ, എൻ്റെ ഏതെങ്കിലും ജനറ്റിക് റീസൺസ് കൊണ്ട് വന്നതാണോ, അല്ലെങ്കിൽ ഞാൻ കുട്ടീനെ കെയർ ചെയ്തപ്പോൾ വന്ന എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഉണ്ടായൊരു കുഴപ്പമാണോ കുട്ടിയുടെ ക്യാൻസർ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ എംപത്തറ്റിക്കലായിട്ട് ആളോട് പറയണം, ഇത് ആളുടെ കുഴപ്പമല്ല ഇങ്ങനെ സംഭവിച്ചത്, ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. തന്നെയുമില്ല, താങ്കൾ വളരെ സപ്പോർട്ടീവും വളരെ ലവിങ്ങുമായിട്ടുള്ള പേരൻ്റാണ്, വളരെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ് താങ്കൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ താങ്കളെയും ടേക്ക് കെയർ ചെയ്യുക എന്നുള്ള രീതിയിൽ നമുക്ക് ആളോട് പറയാവുന്നതാണ്. സോ ഇതെങ്ങനെ പറയാം എന്ന് നമുക്ക് നോക്കാം. മിസ്റ്റർ പാർക്കർ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് നോട്ട് യുവർ ഫോൾട്ട്. You are a supportive and loving father and you are doing everything you can to support Alex through this. It's important to realize that there are factors which are beyond our control and you are dealing with a particularly difficult situation. It is equally important to take care of yourself, and if you need any help or support, please don't hesitate to contact. Please remember that seeking help is not a sign of weakness, it's actually a sign of strength. എന്ന് പറഞ്ഞ് നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ റോൾ പ്ലേ കാർഡ് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ത്രൂ ഔട്ട് നമ്മൾ ആ ഒരു എമ്പതിയും സപ്പോർട്ടും ഒരു ഹോപ്പും കൊടുക്കുന്ന രീതിയിൽ വേണം സംസാരിക്കാൻ വേണ്ടി. എനിവേ, ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് ഹെൽപ്ഫുൾ ഫോർ യു. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അതല്ലെങ്കിൽ മുമ്പോട്ട് എന്തെങ്കിലും റോൾ പ്ലേ കാർഡ് ഡിസ്കഷൻ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അതെന്തെങ്കിലും പെർട്ടിക്കുലർ കണ്ടീഷൻ, ഡിസീസ് കണ്ടീഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ ആംഗ്രി പേഷ്യൻറ്റിനെ ഡീൽ ചെയ്യുക, ഹെസിറ്റൻറ്റ് പേഷ്യൻറ്റിനെ ഡീൽ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ഡെഫിനറ്റ്ലി ഐ വിൽ ഡു ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.